നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തോടെ സൗദിയിൽ ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിലേക്കാണ് ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഉച്ചവിശ്രമ സമയം. സൗദി മാനവ വിഭവശേഷി സാമൂഹ്യക്ഷേമ മന്ത്രാലയവും ദേശീയ തൊഴിലിട സുരക്ഷാ ആരോഗ്യ കൗൺസിലുമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബലിപെരുന്നാളിന്റെ ആദ്യ ദിനത്തിൽ ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട മികച്ച സേവനം ഉറപ്പാക്കാനും പെരുന്നാൾ ആശംസിക്കാനും ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. അവധി ദിനത്തിലും യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കുന്ന ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും അവരുടെ സേവനങ്ങൾ വിലയിരുത്താനുമായിരുന്നു സന്ദർശനം. യാത്രക്കാർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങളും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായതോടെ ഇന്ത്യൻ തീർത്ഥാടകരും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു. കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ഈ ആഴ്ച ആരംഭിക്കും. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളിലെത്തിയ മലയാളി തീർത്ഥാടകർ ചൊവ്വാഴ്ച മുതൽ നാട്ടിലേക്ക് മടങ്ങും. എന്നാൽ കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ മലയാളികളുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ 8 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് മടക്കം. ഖത്തറിലെ മാപ്പിളപ്പാട്ട് വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന ഖാലിദ് വടകര ദോഹയിൽ മരിച്ചു. 66 വയസ്സായിരുന്നു. വടകര മുഖച്ചേരി സ്വദേശിയാണ് അദ്ദേഹം. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സൂഖ് വാക്കിഫിലെ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഖാലിദ്. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി ഖത്തറിലെ പ്രവാസി സംഗീത ആസ്വാദകർക്കിടയിൽ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബലിപെരുന്നാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിയ അബ്ര യാത്രയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അബ്രയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന വീഡിയോ ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. കേടുവന്ന UAE ദിർഹം നോട്ടുകളുണ്ടെങ്കിൽ ഈ നോട്ടുകൾ മാറ്റി ഒപ്പം തന്നെ നഷ്ടപരിഹാരം നേടാമെന്ന് അധികൃതരുടെ വിശദീകരണം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെൻട്രൽ ബാങ്ക് നിലവിൽ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു. കീറിയതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കേടുപാടുകൾ സംഭവിച്ച നോട്ടുകളാണെങ്കിൽ നഷ്ടപരിഹാരം നൽകാൻ UAE സെൻട്രൽ ബാങ്കിന് അധികാരമുള്ളതായും വ്യക്തമാക്കി. UAEയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ ജോർജിയ സർക്കാർ പുതിയ വിസ നിബന്ധനകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ജോർജിയയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വ്യക്തിഗത വിവര രേഖകൾ, മടക്ക ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, യാത്രാ ഇൻഷുറൻസ് തുടങ്ങിയവ ഇനി നിർബന്ധമാണ്. സ്വതന്ത്ര വിസ പ്രവേശനം നേരത്തെ ഉള്ളവർക്കും ഇപ്പോൾ പുതിയ രേഖകൾ കൈവശമുണ്ടാകണം. വ്യാജ ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗൾഫ് എയർ വിമാനം അടിയന്തരമായി ഇറക്കി. കുവൈത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് വിമാനത്തിൽ ബോംബ് വെച്ചതായ ഭീഷണി എത്തിയതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വക്താവ് അബ്ദുള്ള അൽ രാജ്കി പറഞ്ഞു. തുടർന്ന് സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ച് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം. ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിട്ട് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പദ്ധതി 2029 യാഥാർത്ഥ്യമാകും. 2009 സെപ്റ്റംബറിനാണ് ദുബായ് മെട്രോ ആരംഭിച്ചത്. നിലവിൽ റെഡ്, ഗ്രീൻ ലൈനുകളിലായിട്ടാണ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാൻ നിയന്ത്രണങ്ങളില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യക്കാർക്ക് സൗദി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. ഹജ്ജ് സമയത്ത് ഹ്രസ്വകാല വിസയ്ക്ക് സാധാരണ നിയന്ത്രണം ഉള്ളതാണെന്നാണ് വിശദീകരണം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.